ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വിൻ്റർ ടൈമിലുള്ള ലണ്ടൻ എക്സ്പ്ലോർ ചെയ്യാനാണ് പോകുന്നത്. അപ്പം നമ്മളിതിനു മുമ്പ് 2-3 തവണ ലണ്ടനിൽ പോയിട്ടുണ്ട്, പക്ഷേ അപ്പോഴൊക്കെ സമ്മർ ടൈമിലാണ് പോയത്. അപ്പം വിൻ്റർ ടൈമും ക്രിസ്മസ് ടൈമും ഒക്കെ എങ്ങനെ ഇരിക്കും നോക്കാം. എല്ലാവരും പറയുന്നത് ഭയങ്കര അടിപൊളിയാണ്, അവിടുത്തെ ലൈറ്റ്നിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ഇത്തവണ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അങ്ങനെ നമ്മൾ സിറ്റി സെൻറ്ററിലെ ബസ് സ്റ്റേഷനിലെത്തി നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അങ്ങനെ ലണ്ടനിൽ ബസ് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത് ഈസ്റ്റ് ഹാമിലുള്ള നവരുചി റെസ്റ്റോറൻറ്റിലേക്കാണ്. അത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ റെസ്റ്റോറൻ്റാണ്. നമ്മൾ നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നതുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് അവർ സീറ്റൊക്കെ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുള്ള സമയമായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വെറൈറ്റി ഒക്കെ ട്രൈ ചെയ്തു. കാരണം കുറേ നാളായിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്കൊന്നും അങ്ങനെ പോകാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ വെറൈറ്റീസൊക്കെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. ഇത് നമ്മുടെ നാട്ടിലെ നൊസ്റ്റു മാങ്ങ ഉപ്പും മുളകും ഇട്ടതാണ്. പിന്നെ അതുപോലെ തന്നെ നാട്ടിലെ അടിച്ച ചായ, ജോബിയുടെ ഫ്രണ്ടിന് അടിച്ച ചായ വേണം എന്ന് പറഞ്ഞ് വാങ്ങിയതാണ് ഈ അടിച്ച ചായ. പിന്നെ നമ്മൾ പൊറോട്ട, ഫിഷ് നിർവാണ ട്രൈ ചെയ്തു. അതുപോലെ തന്നെ ചിക്കൻ, അതായത് അൽഫാം മന്തി, പിന്നെ ജല്ലിക്കെട്ട് മന്തി എനിക്ക് തോന്നുന്നു അവിടുത്തെ സ്പെഷ്യലാണെന്നാണ്. കാരണം നമ്മുടെ ഫ്രണ്ട് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവർ പറഞ്ഞു അത് അവരുടെ ഒരു സ്പെഷ്യലാണെന്നാണ് പറഞ്ഞത്. പിന്നെന്താ, കിഴി ബിരിയാണി, കിഴി പൊറോട്ട, കപ്പ ബിരിയാണി. ഈ കപ്പ ബിരിയാണിക്ക് ഞങ്ങളുടെ നാട്ടിൽ കണ്ണൂർ കാസർഗോഡ് നാട്ടിലേക്ക് എല്ലും കപ്പ എന്നാണ് പറയുന്നത്. പിന്നെ അൽഫാം മന്തി, അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തു. എല്ലാം കൂടെ കഴിച്ച് തീർക്കാൻ പോലും നമുക്ക് പറ്റിയില്ല. കാരണം ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലുണ്ടെന്ന് തോന്നി ഇവരുടെ ഫുഡിന്. കാരണം സാധാരണ ഇതിനു മുമ്പൊക്കെ നമ്മൾ കഴിച്ചപ്പോൾ ഇത്ര ക്വാണ്ടിറ്റി കണ്ടില്ലായിരുന്നു. ഇവിടെ ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിച്ച് തീർക്കാൻ വേണ്ടി ഇച്ചിരി പാടുപെടേണ്ടി വന്നു. പാടുപെട്ടായാലും ഞങ്ങളെല്ലാവരും കൂടെ ആഞ്ഞു പിടിച്ച് ഒരുവിധമൊക്കെ തീർത്തു. കാരണം നമ്മൾ വെറുതെ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത് നല്ല കാര്യമല്ലല്ലോ. പിന്നെ ഇത്രയും ഓർഡർ ചെയ്യേണ്ടെന്ന് ഓർഡർ ചെയ്ത ശേഷമാണ് നമുക്ക് മനസ്സിലായത്. പിന്നെ നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് അധികം സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ടിയൊന്നും വന്നില്ല. പെട്ടെന്ന് തന്നെ ഫുഡ് ഒരു 10 മാക്സിമം 15 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ഫുഡെല്ലാം നമ്മുടെ ടേബിളിലെത്തി. എല്ലാത്തിനും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ഫ്രഷ്, നല്ല ചൂടോടുകൂടി തന്നെയാണ് അവർ ഫുഡെല്ലാം നമുക്ക് സെർവ് ചെയ്തത്. പിന്നെ എല്ലാവരും കഴിച്ച് തീരാൻ കുറച്ച് സമയം എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈസ്റ്റ് ഹാമിൽ തന്നെയുള്ള അവിടെ തൊട്ടടുത്തുള്ളൊരു ടെമ്പിൾ കാണാൻ പോയി. ഇതാണ് ആ ടെമ്പിൾ. ഈസ്റ്റ് ഹാം എന്ന് പറഞ്ഞാൽ ലെസ്റ്റർ പോലെ തന്നെയാണ്. കൂടുതലും ഇന്ത്യക്കാർ മാത്രമേ അവിടെയുള്ളൂ. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ലൈറ്റ്നിങ് ഒക്കെ കാണാൻ പോയത്. പക്ഷെ നമുക്കൊരു അബദ്ധം പറ്റി. നമ്മൾ ഇവിടെ നിന്ന് തന്നെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണമായിരുന്നു. കാരണം അവിടെ ചെന്നപ്പോൾ അത് ഭയങ്കര എക്സ്പെൻസ് ആയിരുന്നു ടിക്കറ്റിന്. എനിക്ക് തോന്നുന്നത് £94 ഏതാണ്ടായിരുന്നു ഒരു ടിക്കറ്റിന് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ടിക്കറ്റ് എടുത്തില്ല. ടിക്കറ്റ് എടുക്കാതെ പുറത്തുനിന്ന് കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കണ്ടാൽ മതിയെന്ന് ഞങ്ങൾ വിചാരിച്ചു. കാരണം അത്രയും പൈസ കൊടുത്ത് കാണാനുള്ള ഒന്നും ഇവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ നമ്മൾ ടിക്കറ്റ് ഒന്നും എടുക്കാതെ തന്നെ പുറത്തു നിന്ന് കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. ഇതിൻ്റെ അകത്തൂടെ പോയ ഈ ലൈറ്റുകൾ തന്നെയാണ് കുറച്ചും കൂടി അടുത്ത് കാണാം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ടിക്കറ്റ് എടുക്കണ്ടെന്ന്. കാരണം എനിക്ക് തോന്നുന്നു ഒരാൾക്ക് ആണോ 2 പേർക്കാണോ കണ്ട £94 വരുന്നത്. അപ്പം അതിനുള്ള ഒരു കാണാനുള്ള സാധനങ്ങളൊന്നും ഇതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തില്ല. പിന്നെ ഒരു ഭംഗി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മ്യൂസിക് ഇടുന്നുണ്ട്. ആ മ്യൂസിക്കിനനുസരിച്ചാണ് നമ്മൾ ഈ ലൈറ്റെല്ലാം കത്തുന്നത്. അതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇനിയിപ്പോൾ മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മ്യൂസിക് ഇടാത്തത്. പിന്നെ ഇത് കഴിഞ്ഞപ്പം ലണ്ടനിൽ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് മറ്റേ ഒരു നമ്മുടെ ഏഞ്ചൽസിൻ്റെ ലൈറ്റ് ഉണ്ടെന്ന്. പിന്നെ അങ്ങോട്ടാണ് ഇത് കണ്ട ശേഷം നമ്മൾ പോയത്. ലണ്ടൻ ഫുള്ള് ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. ഈ ഒരു സമയത്ത് ലണ്ടനിലേക്ക് പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര റിസ്ക് ഉള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ഈവൻ ഒരു ഊബർ വിളിച്ചാലും നമ്മൾക്ക് അവിടെ എത്തിപ്പെടാൻ പെടുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ടൈം എടുക്കും. ഊബറിന് നല്ല റേറ്റാണ്. കാരണം ഇത്രയും എന്താ പറയുക, ക്രൗഡഡ് ആയതുകൊണ്ട് തന്നെ വണ്ടി പോകുക എന്നുള്ളത് തന്നെ ഭയങ്കര പാടാണ്. ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്യൂബിന് പോകുന്നതാണ്. എങ്ങോട്ടാണ് ട്യൂബ് പോകേണ്ടത് നമുക്കൊരു ഐഡിയ ഇല്ല. രാത്രി ആവാനും തുടങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾ ട്യൂബ് പിടിക്കാതെ നമ്മൾ ഊബർ വിളിച്ചു. ശരിക്കും അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഊബറിന് പോകുന്നതിനേക്കാളും ബെറ്റർ ട്യൂബിന് പോകുന്നതായിരുന്നു. അപ്പോൾ ഈ ലൈറ്റ്സൊക്കെ കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. പക്ഷേ ഉള്ളിലേക്ക് പോയില്ല.
ഇത്രയേ ഉള്ളൂ ലണ്ടനിലെ ക്രിസ്മസ് കാഴ്ചകൾ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.